നല്ലൊരു കയ്യടികളോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം പ്രശസ്ത നിരൂപകനും ഈ ചടങ്ങിന്റെ മുഖ്യ പ്രഭാഷകനുമായിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യു സർ. പ്ലീസ് വെൽക്കം. ഈ വേദിയിലേക്ക് ബഹുമാനത്തോടുകൂടി തന്നെ നിറഞ്ഞ കയ്യടികളോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. വേറിട്ട ഭാഷ കൊണ്ട് മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയനായ നിരൂപകൻ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ മാനങ്ങൾ നൽകിയ ഡയറക്ടർ, വയലാർ പുരസ്കാരത്തിനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനും അർഹമായ പഠന ഗ്രന്ഥങ്ങൾ നാടിന് സമർപ്പിച്ച അധ്യാപകൻ, ചിന്താവിഷ്ടയായ സീതയുടെ സൗന്ദര്യവും ധാർമ്മികതയും ആശാന്റെ സീതായനത്തിലൂടെ മലയാളിക്ക് നൽകിയ എഴുത്തുകാരൻ പ്രൊഫസർ എം തോമസ് മാത്യു. ആദരണീയരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു മുഹൂർത്തമാണ് ഇത്. ആർഷ സംസ്കൃതിയുടെ പ്രചാരണം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടന ഈ ദർശനത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന സാഹിത്യ പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത്. ഈ വർഷം ലീലാവതി ടീച്ചറിന് ഈ പുരസ്കാരം നൽകുന്നു എന്നത് കൂടുതൽ സന്തോഷവും അഭിമാനവും, ടീച്ചറോടുള്ള പ്രത്യേക സ്നേഹമൂല്യൻ അഭിമാനം എന്ന് പറയട്ടെ, അഭിമാനം എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഭാരതീയ സങ്കല്പം അനുസരിച്ച് പ്രതിഭ എന്നത് ഋഷിത്വം തന്നെയാണ്. ഋഷിയല്ലാത്തവൻ കവിയല്ല എന്ന പ്രസിദ്ധമായ വാക്യം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. എല്ലാ ഋഷികളും കവികൾ ആകണമെന്നില്ല. പക്ഷെ കവിയാകണമെങ്കിൽ ഋഷിയും ആയിരിക്കണം എന്നത് നമ്മുടെ വലിയ ഒരു സങ്കല്പമാണ്. ഋഷിയായിരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ മുമ്പിൽ വിടർന്നാടുന്ന ഈ പ്രാതിഭാസിക പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുകയും മാറിമറിയുന്ന ഈ പ്രതിഭാസങ്ങൾക്കപ്പുറത്ത് മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു ചൈതന്യ വിശേഷമുണ്ട് എന്ന് അന്തർനേത്രങ്ങളാൽ സാക്ഷീകരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ്. ഇത് ചെയ്യാൻ ആവശ്യമായ എല്ലാ അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും നമ്മുടെ എഴുത്തുകാർ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു പോന്നിട്ടുള്ളത്. ഒരു വർഷം ഈ പുരസ്കാരങ്ങൾക്ക് നമ്മൾ ആദരിച്ചത് മഹാകവി അക്കിത്തത്തെയാണ്. അക്കിത്തം ഒരിക്കൽ എഴുതി, പവിത്രമോതിരമണിയുന്ന കൈകൊണ്ട് വേണം തോലിക പിടിക്കാനെന്ന്. പവിത്രമോതിരമണിയുന്ന കൈകൾ കൊണ്ട് വേണം തോലിക പിടിക്കാൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മന്ത്രശുദ്ധിയുള്ള വാക്കുകൾ അനുഷ്ഠാന ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് കവികർമ്മം എന്നാണ്. അത് ഉദാസീനമായി ചെയ്യാവുന്നൊരു കർത്തവ്യമല്ല. പ്രശസ്തിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് ഈ ലോകം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് സുവ്യക്തമായ കാഴ്ചയുള്ള ഒരു വ്യക്തി പ്രാർത്ഥനാപൂർവം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് കവികർമ്മം എന്നാണ്. ഇത് എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിൽ ഈ ഋഷിത്വത്തിൻ്റെ അംശം കടന്നുകൂടാത്ത, സ്വായത്തമായിട്ടില്ലാത്ത ഒരാൾക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് തീർച്ച തന്നെയാണ്. എത്രയോ ആളുകൾ എഴുതുകയും എഴുതിയത് അപ്പാടെ മറന്നു പോവുകയും ചെയ്യുന്നു. നമ്മുടെ കവി പറഞ്ഞിട്ടുണ്ടല്ലോ, പടുപാട്ട് പാടാത്ത കരുതയില്ല എന്ന്. പടുപാട്ട് പാടാത്ത കരുതയില്ല എന്നതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. എത്ര പടുപാട്ടുകൾ പാടിക്കഴിഞ്ഞാലാണ്
കഴുതയാണെന്ന സത്യം നമുക്ക് ബോധ്യപ്പെടുക എന്നാണിത്. അങ്ങനെ ഒരു തരം ആളുകളുണ്ട്. പക്ഷെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കാണുകയും ഈ കാണുന്നതിനപ്പുറം കാണേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയും ആ ലോകത്തെ അതീവ ഭദ്രമായി ആവിഷ്കരിക്കുകയും ചെയ്യുന്ന എഴുത്തുകാർ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അവരാണ് ഈ ഋഷിത്വത്തിൻ്റെ സനാതനമായ ജീവിത സത്യങ്ങളുടെ ആഖ്യാതാവായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിസ്സാരമായ കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ പറയാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ പട്ടണത്തെ എത്തി ജീവിതം പോക്കുന്ന നിസ്സാരനായ ഒരു തൊഴിലാളിയുടെ ജീവിതം പകർത്തിക്കൊണ്ട് വരുന്നതിനിടയിലാണ് അക്കിത്തം അറിയാതെ ആർഷ തത്വങ്ങളിലേക്ക് കടക്കുന്നത്. എൻ്റെ അല്ല ഈ കൊമ്പനാനുകൾ എന്ന് അദ്ദേഹം പറയുന്നത് സാമാന്യമായ രീതിയിലാണ്. പറയുന്ന സന്ദർഭങ്ങൾ ലളിതമായിരിക്കാം. പക്ഷേ ലളിതമായി അത് പറയുമ്പോഴും അതിൻ്റെ അനന്തമായ ധ്വനികൾ ഏതോ വലിയ സംസ്കൃതിയുടെ ഗർഭഗൃഹങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയും അതിനെ ആദരിക്കുന്നതിന്, അതിനെ സ്വാംശീകരിക്കുന്നതിന്, അതിന് ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന വലിയ സത്യമുണ്ട്. ഇതാണ് ആർഷദർശനം എന്ന് പറയുന്നത്. കുലാചരങ്ങൾ പോലെ നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് മഹാകാവ്യങ്ങളുണ്ടല്ലോ, രാമായണവും ഭാരതവും. രാമായണം എഴുതിയ കവി ആദ്യം ഉച്ചരിച്ചത് മാനിഷാദ എന്നാണ്. കാട്ടാളത്തോട് അരുത് എന്ന് പറയലാണ്. ഒരു കാട്ടാളന് പ്രതിഷ്ഠ ഉണ്ടാവരുതെന്നല്ല ഇതിൻ്റെ അർത്ഥം. കവിത എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് സർഗാത്മകമായ എല്ലാ ആവിഷ്കാരങ്ങളും മനുഷ്യനിലെ കാട്ടാളത്തോട് അരുത് എന്ന് പറയുന്നതാണ്. അങ്ങനെ പറയാൻ നമുക്കത് കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നമായി തീരുന്നത്. കാട്ടാളത്വം വളരുകയും നമ്മുടെ ജീവിതം കൂടുതൽ ദുരൂഹമായി തീരുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. നമുക്ക് കഴിഞ്ഞുകൂടുന്ന ഈ കാലം എന്നത് ഒരു തരത്തിൽ ആസക്തികളുടെ ഉത്സവകാലമാണ്. ഈ ആസക്തികൾ ഒഴിവാക്കുക എന്നതാണ് കവികൾ യഥാർത്ഥത്തിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പൊതുജീവിത മണ്ഡലത്തിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരായി മനുഷ്യരുടെ സൂക്ഷ്മമായ മനസാക്ഷിയുടെ മന്ത്രമായ ശബ്ദവിശേഷമാണ് ഓരോ കൃതിയിലൂടെ കേൾക്കാൻ കഴിയുന്നതെന്നർത്ഥം. ഞാൻ പറയുന്നത് പ്രത്യക്ഷത്തിൽ ആർഷമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇതിഹാസ സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതല്ല. സാഹിത്യത്തിൻ്റെ ഏത് ആവിഷ്കാരങ്ങളിലും അതിൻ്റെ ഏറ്റവും നന്മ നിറഞ്ഞ ആവിഷ്കാരങ്ങളെല്ലാം ഈ തരത്തിൽ ഈ ആട്ടമായ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കും എന്നർത്ഥം. നമുക്കറിയാം, ഇന്ത്യൻ സങ്കല്പത്തിൽ വിശ്വകർമാവുമുണ്ട്, മയനുമുണ്ട് എന്ന്. നമ്മളെ മയക്കുന്ന, നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരാവിഷ്കാര രീതികൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ വിശ്വകർമാവിൽ ആവിഷ്കാരവുമുണ്ട്. ഈ വിശ്വകർമാവിൻ്റെ ചൈതന്യമാണ് ആർഷ സംസ്കൃതി എന്ന് പറയുന്നത്. അത് മനുഷ്യനെ കൂടുതൽ സംസ്കരിക്കുകയും ധർമ്മത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥങ്ങളിലേക്ക്, അർത്ഥവിധാനങ്ങളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ശ്രേഷ്ഠമായ സാഹിത്യം അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ ആവിഷ്കൃതമാകുമ്പോൾ ഈ ചൈതന്യത്തിലേക്ക്, ഈ വൈവിധ്യങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഏകമായ, അഖണ്ഡമായ, അവിനാശ്യമായ ഏതോ ചൈതന്യവിശേഷത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാഹിത്യത്തിലെല്ലാം നമുക്കത് കാണാൻ കഴിയുന്നു എന്നത് വളരെ പ്രത്യക്ഷമായ സത്യം തന്നെ. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ ചോദിച്ചു എത്ര നേരമാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത് എന്ന്. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല ഈ വിഷയം എന്നെനിക്കറിയാം. നമ്മുടെ എത്രയോ സാഹിത്യകാരന്മാരെ ഉദാഹരിക്കാവുന്ന ഒരു വിഷയമാണ്. എത്രയോ രീതികളിൽ ഈ സത്യത്തിൻ്റെ അഖണ്ഡമായ ഈ ദർശനത്തിൻ്റെ പ്രഭ തങ്ങളുടെ വാക്കുകളിൽ പകരുന്നതിന് ശ്രദ്ധിച്ച എത്രയോ സാഹിത്യകാരന്മാർ നമുക്കുണ്ട്. അവരുടെ ഒന്നും പേരുകൾ പോലും പറയാതെയാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എവിടെയും ശ്രേഷ്ഠമായ സാഹിത്യമുണ്ടാകുമ്പോൾ, മഹത്തായ സാഹിത്യമുണ്ടാകുമ്പോൾ
മനുഷ്യനെ സംസ്കരിക്കുകയും മനുഷ്യൻ്റെ ഈ വൈവിധ്യങ്ങൾക്കപ്പുറമാണ് അവൻ്റെ ഏകത നിലനിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സവിശേഷ ബോധ്യം നമുക്കുണ്ടായേ മതിയാവുകയുള്ളൂ. അതാണ് ആർഷ ദർശനം സാഹിത്യത്തിൽ ആവിഷ്കൃതമാകുന്നത് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കുലപർവ്വതങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന ഇതിഹാസങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് വീണ്ടും വീണ്ടും നമ്മൾ സന്നദ്ധരാവുന്നത്. കാരണം അവർ ആവിഷ്കരിച്ചത് സത്യത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ സൂക്ഷ്മമായ സത്യങ്ങളെയാണ്. മനുഷ്യജീവിതം ആത്യന്തികമായും അഭിമുഖീകരിക്കുന്ന ഗംഭീരമായ ദുഃഖത്തെയാണ്, വലിയ ധർമ്മസങ്കടങ്ങളെയാണ്. മനുഷ്യൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അവൻ അഭിമുഖീകരിക്കുന്ന ദുഃഖങ്ങളുടെ വലിപ്പമാണ്, അവൻ്റെ ധർമ്മസങ്കടങ്ങളുടെ വലിപ്പമാണ്. ഈ ധർമ്മസങ്കടങ്ങളുടെ വലിയ വലിപ്പങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ സാഹിത്യം മുമ്പോട്ട് പോയിട്ടുള്ളത്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. മഹാഭാരതത്തിൽ ഗാന്ധാരിയുടെ അടുത്ത് യുദ്ധസന്ദർഭത്തിൽ ഓരോ ദിവസവും പോയി ദുര്യോധനൻ അപേക്ഷിക്കുന്നുണ്ട്. തന്നെ ജയിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഒരു അമ്മയോട് പറയുന്നതാണ്. ജീവൻ മരണ പോരാട്ടമാണ്, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത യുദ്ധത്തിന് പോകുന്നു. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ തലയോടുകൂടി മടങ്ങി വരാൻ അനുഗ്രഹിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അമ്മ അനുഗ്രഹിക്കുന്നത് ധർമ്മം എവിടെയുണ്ടോ അവിടെയുണ്ടോ എന്നാണ്. ഇന്ത്യ ഈ ഭാരതം എന്ന് പറയുന്ന ഈ ഭൂമി മാതൃത്വത്തെ സംബന്ധിച്ച് നടത്തുന്ന വലിയ സങ്കല്പമാണ്. ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയിക്കട്ടെ. ഇന്ന് നമുക്കറിയാം, 2 ടീമുകൾ കളിക്കുമ്പോൾ നന്നായി കളിക്കുന്നവൻ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ആശംസിക്കാനുമല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ കക്ഷിയെ ജയിപ്പിക്കാൻ വേണ്ടി, അതിനെ കൂടി തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മാറ്റം ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ചൈതന്യത്തെ, ഈ ദർശനത്തെ, അതിൻ്റെ മഹിതമായ വിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന, അത് അനുഭവപ്പെടുത്തി തരുന്ന സാഹിത്യമുണ്ടാവുക എന്ന പ്രധാനമായി തീരുന്നു. അത്തരത്തിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങളെ കാണുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ഈ സമിതി ശ്രദ്ധിക്കുന്നു എന്നത് അനുമോദനം അർഹിക്കുന്നൊരു കാര്യമാണ്. ഈ സമിതി കണ്ടെത്തിയ വ്യക്തിയാവട്ടെ ഈ ജീവിതത്തിൽ ഉടനീളം ഈ സത്യത്തിന് വേണ്ടി മല്ലടിക്കുകയും സത്യത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്ത വ്യക്തിയുമാണ്. ടീച്ചറോടുള്ള ആദരവും ടീച്ചറിൻ്റെ ഇതിലുള്ള അർഹതയുടെ സാമാന്യമായ ഒരു ബോധം നിങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കാൻ ശ്രമിക്കുന്നു. ഈ വഴി എന്നും നടക്കുന്നതിന് ഈ സമിതിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.